ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 14 മെയ് 2026, ഈ മാസത്തിലെ 14-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 134-ാമത്തെ ദിവസം. ഇന്ന് സ്വർഗാരോഹണ സ്മരണ ദിനം ആണ്. 505-ാമത്തെ എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണം. എല്ലാ ദൈവാലയങ്ങളിലും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ സ്മരിച്ചുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതോടൊപ്പം തന്നെ നാം ഓരോരുത്തരും ബാക്കിയുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായി കഴിച്ചുകൂട്ടുകയും വരുന്ന ദിവസങ്ങളാണ് ഇനിയും മുമ്പോട്ട് വരുന്നത്. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗേലിയൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വേദഭാഗം ആണ്. കുർബാനയിൽ സംബന്ധിച്ചതിന് ശേഷമാണ് ഈ പ്രഭാതവചനം കേൾക്കുന്നതെങ്കിൽ കേട്ടതായ വേദഭാഗമൊന്നും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പോകുന്നതിന് മുമ്പാണ് ഈ പ്രഭാതവചനം കേൾക്കുന്നതെങ്കിൽ കേൾക്കാൻ പോകുന്നതായ വേദഭാഗവും എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇതിനെ ശ്രവിക്കുക. യേശു ക്രിസ്തു ഉയർപ്പിന് ശേഷം 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാക്കുകയും താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 1:2 ഇത് പറയുന്നുണ്ട്. വിശ്വാസികളായ പരേതരുടെ 40-ാം ദിവസം ആചരിക്കുന്നതിൻ്റെ അടിസ്ഥാനവും ഇത് തന്നെയാണ്. നാസിയാൻസിയിലെ ഗ്രിഗോറിയോസ് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: യേശു മരിച്ചെങ്കിലും അവൻ്റെ മരണത്താൽ മരണം നശിപ്പിക്കപ്പെട്ടു. അവൻ സംസ്കരിക്കപ്പെട്ടുവെങ്കിലും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും ന്യായം വിധിപ്പാൻ വീണ്ടും വരും. ഓരോ കുദാശകളിലും യാമപ്രാർത്ഥനകളിലും ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണമാണ് സുറിയാനി സഭയുടെ അടിസ്ഥാനം. 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനായി. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കാത്തതിൽ അവരെ ശാസിച്ചു. ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 24:14. തന്നോടുകൂടെ സഞ്ചരിക്കുകയും രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതും മറ്റ് അനേകം അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകുകയും ചെയ്തവർ വിശ്വാസത്തിൽ പൂർണ്ണരായിരുന്നില്ല. ശിഷ്യന്മാർ വിശ്വാസത്തെ പ്രഘോഷിക്കേണ്ടവരാണ്. മശിഹ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് സാക്ഷികളായിരുന്നെങ്കിലും മശിഹ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നില്ല എന്ന് നമുക്ക് അവരുടെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. സ്വർഗാരോഹണത്തിന് ശേഷം സുവിശേഷം പ്രസംഗിപ്പാനായി ശിഷ്യന്മാർ പോകുമ്പോൾ ജനങ്ങൾ അവർ കാണാത്തവയെ വിശ്വസിപ്പാൻ തയ്യാറാകും. വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് പ്രഘോഷിക്കേണ്ടവർ ഉയർത്തെഴുന്നേറ്റ് മശിഹായെ കണ്ട് വിശ്വസിക്കാത്തതിനാലാണ് ശാസന അവർക്ക് വന്നത് എന്ന് ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 24-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു മിശിഹായാൽ ശിഷ്യന്മാർ അയക്കപ്പെട്ടത് പുതിയ മനുഷ്യവംശത്തിന് ജന്മം നൽകുന്നതിനാൽ വേണ്ടിയാണ്. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും അപ്പോസ്തല പ്രവൃത്തികൾ 1:8 എന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചത് സഭയിലെ ഓരോ അംഗങ്ങളോടുമുള്ള ആഹ്വാനമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സുവിശേഷ ഘോഷണത്തിന്റെ പ്രാധാന്യം ഈ വാക്യത്തിൽ സ്പഷ്ടമാണ്. വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അടയാളങ്ങൾ: എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ലൂക്കോസ് 16:17-18. ഈ അടയാളങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് അത് പ്രവർത്തിക്കുന്നവരുടെ പ്രയോജനത്തിനല്ല, പ്രത്യുത അവിശ്വാസികൾക്ക് ബോധ്യം വരുന്നതിന് വേണ്ടിയാണ്. എല്ലാവർക്കും ഈ എല്ലാ ദൈവീക വരങ്ങളും നൽകപ്പെട്ടിട്ടില്ല എന്ന് 1 കൊരിന്ത്യർ 12:30 പറയുന്നുണ്ട്. സർപ്പങ്ങളെ കയ്യിലെടുക്കും,
യാ പിടിക്കും എന്ന പ്രയോഗം തിന്മകളെ കീഴ്പ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. യേശുമിശിഹ സ്വർഗത്തിലേക്ക് കരേറി എന്ന് മർക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 16-ാം അധ്യായം 19 പറയുന്നുണ്ട്. അപ്രകാരം സംഭവിച്ചത് ബേഥാനിയയിലേക്ക് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ അനുഗ്രഹിക്കുമ്പോഴാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസ് എവൻഗേലിയോസ് സുവിശേഷം 24-50-51 നോക്കിയാൽ ഇത് മനസ്സിലാകും. ബേഥാനിയ ഒലിവ് മലയുടെ ചെരുവിലാണ്. ബേഥാനിയ എന്നാൽ അനുസരണത്തിന്റെ ഭവനം എന്നാണ് അർത്ഥം. കർത്താവിന്റെ വീണ്ടും വരവിൽ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 25-34 പറഞ്ഞിരിക്കുന്നത്. എന്ന ആ അനുഗ്രഹീത വാക്കുകൾ കേൾക്കുന്നതിന് ദൈവം ഏവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ ഭാഗ്യം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ആ ഒരുക്കമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഉപദേശിച്ചിരിക്കുന്നതിന് പ്രകാരം നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കും. നമ്മുടെ പിതാക്കന്മാർ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമെങ്കിലും ഒരിക്കൽ കൂടി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും അവന്റെ കൃപാവരങ്ങൾക്കായി എപ്പോഴും നന്ദി പറയുകയും ചെയ്യുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. അങ്ങനെ നന്ദി പറയുമ്പോഴാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ആത്മാവിൻ്റെ ഫലം കടന്നു വരുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇവയൊക്കെയും ഒന്നിനോട് ഒന്ന് പൂരകങ്ങളാണ്. നാം എവിടെ സ്നേഹമുണ്ടോ അവിടെ സന്തോഷമുണ്ടാവുള്ളൂ, എവിടെ സ്നേഹവും സന്തോഷമുണ്ടോ അവിടെ സമാധാനം ഉണ്ടാകുകയുള്ളൂ. ഈ മൂന്നും എവിടെയുണ്ടോ അവിടെ ദീർഘക്ഷമയും ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ദീർഘക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ദയ ഉണ്ടാകുകയുള്ളൂ. ദീർഘക്ഷമയും ദയയും ഉള്ളിടത്ത് മാത്രമേ വിശ്വസ്തത ഉണ്ടാകുകയുള്ളൂ. വിശ്വസ്തത ഉള്ളിടത്ത് മാത്രമേ സൗമ്യതയും ഇന്ദ്രിയജയവും ഉണ്ടാകുകയുള്ളൂ എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെയും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതിനാൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ ദൈവത്തിൻ്റെ തൃപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സ്വർഗാരോഹണത്തിൻ്റെ ഈ ദിവസം മുതൽ എങ്കിലും ഞാനൊരു പുതിയ ജീവിതം ജീവിക്കും, ഇന്നുവരെ ജീവിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഇനി എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുമെന്നുള്ളൊരു തീരുമാനം നാം എടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനായിട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.